വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലോലപ്പൻ MC. സോ ഇന്ന് നമ്മളുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡായിട്ടാണ്. സോ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാക്കി ഞാൻ ഇന്ന് എന്താണ് ചെയ്യാൻ പോണത്. അതെ, അങ്ങനെ ആ ദിവസം വന്നെത്തി, ദ ഡ്രാഗൺ ഫൈറ്റ്. സോ ഇന്ന് നമ്മൾ ഒരു ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഒന്നും നോക്കല്ല, ഡ്രാഗനായിട്ടാണ് നമ്മളെ കളി. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഇവിടെ ചിറകൊണ്ടാൻ പോകണേ നമുക്ക്. സോ ചിറകൊണ്ടെന്നാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഇന്നലെ എൻഡർപോൾ ഒപ്പിച്ചു, കുറച്ച് ദിവസം മുമ്പ് ബ്ലേസ് റോഡ് ഒപ്പിച്ചു. സോ നമുക്കിനി നേരെ പോയി ഡ്രാഗൺ അങ്ങ് തട്ടാം. അപ്പോൾ ഒട്ടും കാണാതെ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോവാം. ആദ്യം കുറേ ബിൽഡിംഗ് ബ്ലോക്ക് വേണം, ഒരു ബക്കറ്റ് വെള്ളം വേണം. ഞാൻ ആദ്യമായിട്ട് ഞാൻ സർവൈവലിൽ ആദ്യമായിട്ടല്ല കൊല്ലുന്നത്. ഇതിന് മുമ്പ് ഞാൻ കൊണ്ടുവെക്കണം, അടുത്തതൊരു ഒത്തിരിയല്ല. പിന്നെ ഡ്രാഗനെ കൊല്ലാൻ, കാക്കനെ കൊല്ലാനായിട്ടുള്ള സുഖമാണ്. സോ അത് നമുക്ക് നമ്മൾ സ്കെലിട്ടൺ ഫാമിലോട്ടൊന്ന് പോകണം. അവിടെ പോയിട്ട് നമുക്കിനി കുറച്ച് ബോയും ബോണൊക്കെ എടുത്തുകൊണ്ടിരണം. സോ ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സ്കെലിട്ടൺ ഫാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എയർ ഞാൻ എടുത്തേക്കണേ, നമുക്കൊരു ബോ ഉണ്ടാക്കാം. ബോ ഉണ്ടാക്കല്ല, ഓൾറെഡി കുറേ ബോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു മാക്സ് ബോയാക്കാം. അങ്ങനെ അത് നമുക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത്ര എയറോസ് നമ്മളടുത്തുള്ളൂ, വലിയ എയറോസ് വെച്ച് നമ്മൾ പോവുകയാണ്. ഡ്രാഗനൊക്കെയുള്ളതൊക്കെ തന്നെ മതി. ഇനി ഒരു ബോട്ട് കൊടുത്ത് നമുക്ക് നമ്മളെ ഈ വേൾഡത്തെ സ്ട്രോങ് ഹോൾഡ് അവിടെ കണ്ടുപിടിച്ചാൽ. പിന്നെ നമ്മളെ തെറ്റ് തിരക്കില്ലെങ്കിൽ ഞാൻ ഇക്കാര്യം പറയാം, 12 ഡയമണ്ട് തിരുത്തഴിയാൻ പോകുന്നത്. ഞാൻ അവിടെ കുത്തുന്ന മുക്കി കുറേ ഡയമണ്ട് വെറുതെ ഉണ്ടാക്കി. സോ ഇവിടെ കുറേ ഡയമണ്ടുകളുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ ഇവിടേക്കില്ലേ സ്കെൽട്ടൺ നമുക്കില്ലേ കുഴിച്ചപ്പോൾ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ കിട്ടീന് നമുക്ക്. സോ ആ 12 അത് ഏതായാലും ഇപ്പോൾ വന്നല്ലോ, ഇപ്പോൾ എടുത്ത് കൊണ്ടുപോകണേ. നമ്മൾ സോഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഒരു കഥയാണ്. ഡ്രാഗനെ ഇതിനു മുമ്പ് കൊന്നവർക്കറിയാം, ബഗ്രോക്കിൽ ഏറ്റവും കൊല്ലാൻ ഏറ്റവും സുഖമുള്ള മൂപ്പ് ഡ്രാഗനാണ്. നിങ്ങളെൻ്റെ മുഖത്തൊക്കെ നോക്കി പറയും സത്യമാണോ അല്ലേ. ഒരു പൂച്ചക്കുട്ടീനെ വരെ പേടില്ല ഡ്രാഗനെ ഞാൻ കൊല്ലാൻ പോണത്. ആരും പേടില്ല. എന്താ ഡ്രാഗൺ വാർഡനെ കൈ കൊണ്ടൊന്ന് വെച്ചല്ലോ ഡ്രാഗന്, നമുക്കതൊരു പുത്തിരിയല്ല. സോ ഇന്ന് ഞാൻ എൻ്റെ ചാറ്റ് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളിയും. എല്ലാം മിനിമം ഒരു 30 വട്ടയിലും ഡ്രാഗനെ അപ്പോൾ കൊല്ലും. അത് ചിലവർക്കെങ്കിലും മനസ്സിലായിരിക്കും ആരെയാണ് കൊല്ലാൻ പോണതെന്ന്. എന്നാലും നമ്മൾ കൊല്ലുമായിരിക്കും. നമ്മളെ ഫ്രണ്ടാണ് ഡ്രാഗൻ, നമുക്ക് നിന്നേരും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്കിനി സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയ ഗതികേട്. സോ നമുക്കിനി അതിലോട്ടുള്ള പരിപാടിക്ക് അങ്ങോട്ട് കിടക്കാം. സോ ആദ്യം തന്നെ നമ്മളെ ബ്ലേസോട് ഇവിടെ ഉണ്ടല്ലോ, ഇനി നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്തേക്കുക, വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ വെള്ളമുണ്ട്, ബ്ലോക്ക് ഉണ്ട്, ബോട്ട് എടുത്തുള്ള അതുകൊണ്ടാണ് എടുക്കുക. ഇത്രയും മതിയെന്ന് തോന്നണം. ബിൽഡിംഗ് ബ്ലോക്ക് കുറേ ഉണ്ട്, എയറോസ് കുറച്ചും കൂടി ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് എടുക്കുക. ഇത്ര മതി. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറാക്കണില്ല. ബെഡ് കൊടുത്തേക്കണേ. സോ ഇനി ഞാൻ എന്തായാലും ഒന്നായിട്ട് ബേസ് പൗഡർ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഒരൊറ്റ ഇതുണ്ടാക്കിയാണ്ട് തുറന്ന് നോക്കുക. അത് ആ ഡയറക്ഷനിലോട്ടാണ് പോണത്. അയ്യോ, അത് പൊട്ടിപ്പോയോ? അല്ലല്ല, പൊട്ടിപ്പോയില്ല കഥ തന്നു. സോ ഇനി നമുക്ക് ഒട്ടും സമയങ്ങളൊക്കെ നമ്മളെ പരിപാടിയിലോട്ട് കിടക്കുക. അതൊന്ന് കടന്നുറങ്ങിയിട്ട് അവസാനം അതിൻ്റെ ബേസ് വരക്കും കണ്ട് സ്ലീപ്പിയിട്ട് പോക്കാം. അപ്പോൾ ബേസ് ഇനി ഞാൻ വരുമ്പോൾ എൻ്റെ തോളത്തെ ചെറുക്കുണ്ടാവുമോ? നിങ്ങൾ പറയും, ഉണ്ടാകുമായിരിക്കും. സോ ആ ഡയറക്ഷന് കടലാണ്. നമുക്കിനി ബോട്ടുമായി നീന്തി പോവാം. സോ ഒരുത്ത ട്രൈഡൻ്റൊക്കെ പൊടിച്ച് ഒട്ടുതരില്ല. നമുക്കിനി തൊയ്യാൻ തുടങ്ങാം.
ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് കുറേ പോന്നിക്കണേ. ഇനി ഒരട്ടും കൂടി കയറി നോക്കാം. അയ്യോ, അത് അതിൻ്റെ ഉള്ളിൽ പോയാൽ അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മുറിച്ച് വെക്കാം നമുക്ക്. ലൂസ് ഔട്ട് ആവട്ടെ. അതിൻ്റെ ഒപ്പം സെൻറ്റർപ്പോളം കാട്ടട്ടെ. അതൊക്കെ കിട്ടി. ഓ വില്ലേജ്. അങ്ങനെ നമ്മളൊരു വില്ലേജ് കണ്ടുവച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ ഇപ്പം ലൂട്ടാൻ നിൽക്കുന്നില്ല. അപ്പം നമ്മൾ ലക്ഷ്യം അതല്ല. അവരട്ടും കൂടെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടാണ് പോണത്. ഇത് നമ്മളെ രണ്ടാമത്തെ തേനു അത് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. സർക്കാരിന് ഇതിലുണ്ട്, നമുക്ക് വേണ്ട വേറെ കളയുക. അയ്യോ, പിന്നെ ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. ഒട്ടും കമ്പല്ല, എന്നാലും ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടിയിലാണ്. സോ ഞങ്ങൾക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു തുടങ്ങാം. അങ്ങനെ ഞാൻ അടിയിലേക്ക് എത്തി. ഓക്കെ, ഞാൻ കുറച്ചേരം ഇവിടെ വന്ന് കറങ്ങണ്. വാതിലായി ഇവിടെ വന്നത് എന്ത് വച്ചില്ല. ആ ടോർച്ച് എടുക്കാൻ മറന്നിക്കണേ ഏതായാലും. സോ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നുമില്ല, ഇങ്ങോട്ട് വച്ചില്ല. ഇങ്ങോട്ട് ഒട്ടും സമയങ്ങളല്ല, നേരെ നമുക്കിനി പോകാം. നമ്മൾ ഭാഗ്യത്തിന് നമുക്കിവിടെ 2 സ്പൂൺ ആയിക്കണ്. സോ ഇനി നമുക്ക് 10 ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു 2, 4, 6, 8, 10. പിന്നെ ഇവിടെയും വെച്ച് 9 മതിയല്ലേ? പക്ഷേ 10 ഒന്നും ക്രാഫ്റ്റ് ചെയ്ത് ഒട്ടും സമയങ്ങളാതെ നമുക്കിനി നേരെ എൻ്റെ പോർട്ടലുണ്ട് ലൈറ്റ് ചെയ്യാം. ലൈറ്റിന് മുമ്പ് അടിയത്തെ ലാവെന്ന് കളയാം. ബഗ് അടിച്ച് ചെയ്യാന്നപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലേക്ക് പോകും. സോ കുറച്ച് നെതറാക്കി എടുത്തുകൊണ്ട് ഇതിൻ്റെ അടി അങ്ങ് ഫില്ല് ചെയ്യുക. നമ്മളങ്ങനെ കൊല്ലണ്ട. ഞാൻ ഇവിടെ തൊട്ടു സാറില്ല, ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കണേ. ഇതായിരുന്നു അതുപോലെ ഇവിടെ തിരിച്ചു വെക്കുക. ഈ ലാവ കൂട്ടണ്ട, ആ ലാവ കൂട്ടാം. അത് ഈ ഡോറ് കൂട്ടട്ടെ. ഞാൻ ഇവിടെ വെച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഡോറ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ബെഡ് കൊടുത്ത് റീസ്പോൺ സെറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചത്താലും നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞ് സ്പോണാവുക. സോ ഇങ്ങനത്തെ സമയങ്ങളല്ല, നേരെ നമ്മളെ പോർട്ടലും ലൈറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒന്നും നോക്കാല്ല, എടുത്ത് അങ്ങ് ചാടുക. അങ്ങോട്ട് 9 എൻട്രപ്പുകളുണ്ട്. ആദ്യം നമുക്ക് അവിടെ പോയി കുറച്ച് എൻട്രപ്പുകൾ ഒപ്പിക്കുക. ഇല്ല, അവിടെ കൊല്ലാതെ പൊട്ട സമയമാകാതെ നമുക്ക് നേരെ അങ്ങ് ചാടി കൊടുക്കാം. ഇനി ഒരു 1.5 യുദ്ധമാണ് നിങ്ങൾ കാണാൻ പോണത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു യുദ്ധം കണ്ടിട്ടുണ്ടാവില്ല. എൻഡർ ഡ്രാഗൻ്റെ ടൈറ്റിൽ വന്നു. സൗണ്ട് കുറച്ച് വെച്ച് കാണാൻ പറ്റേ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു നോയ്സ് അതൊക്കെ അവനച്ചും ഡ്രാഗൻ്റെ ഒച്ച വലിയ ഒരു ഇതില്ല. സോ നമുക്ക് ഒന്ന് മേലെ കയറി തുടങ്ങാം. ആദ്യം പോയി കുറേ എൻഡർപ്പുകൾ കളക്ട് ചെയ്യണം. സോ ഇതാണ് എൻ്റെ. ആദ്യം നമുക്ക് പില്ലർ ഒട്ടിച്ചണം. അതിൻ്റെ മുമ്പ് കുറേ എൻഡർപ്പുകളൊന്ന് കളക്ട് ചെയ്ത് വെക്കണം. സോ ഞാൻ പോയി ആദ്യം ഒരു ടെൻറ്റ് കട്ടട്ടെ. ഒരു ടെൻറ്റ് കൂടെ ഇങ്ങനെ സെറ്റാക്കി വെക്കണം. ഒരു ബ്ലോക്ക് പോയി കൂടെ ആക്കല്ലേ. പിന്നെ ഇനിയൊന്നും നോക്കല്ല, പോയി പോണാലൊക്കെ കൊണ്ട് വിളിച്ചെടുത്ത്. സോ അങ്ങനെ ഞാൻ കുറേ എൻഡർപ്പുകൾ സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. 11 എൻഡർപ്പുകളായി. ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങാം. സോ നമ്മളെ എൻഡർപ്പുകളും വാട്ടർ ബക്കറ്റ് നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ കേജിലില്ലതൊക്കെ തകർക്കുക. നമ്മളിത് ബോർഡുണ്ട്, പക്ഷേ തീരെ എയിമില്ല. അതുകൊണ്ടാണ് ഞാനത് എയിം ചെയ്ത് പൊട്ടിച്ചാൽ നോക്കാത്തത്. സോ നമ്മളെ ഫസ്റ്റത്തെ കേജ് കണ്ടിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാമല്ല, നേരെ ഒന്നാണ് ക്രൗച്ച് ടപ്പേ. അപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാം പൊട്ടിച്ചാൽ. സോ
ഞാൻ എല്ലാതും പൊട്ടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഒരു പില്ലറും കൂടെ ഉള്ളൂ, നിങ്ങൾ പൊട്ടിച്ചാൽ ഫൈനലായി നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ തുടങ്ങാം. പക്ഷെ അതാണ് ഇതിലെ ഏറ്റവും ഹൈറ്റിലെ പില്ലറ്. ഏതായാലും ഞാൻ അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ എല്ലാ പില്ലറും പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഫൈനലായി ഡ്രാഗനെ കൊല്ലാൻ തുടങ്ങാം. ഇനി ഇങ്ങോട്ട് പോവാം. അങ്ങനെ കാര്യത്തിൽ ഞാൻ തീരുമാനം ചെയ്ത് തരാം. അല്ല ഭാരമായി നമ്മളൊരട്ടവൻ്റെ ഇപ്പം ചത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഐറ്റംസ് ഒന്നും പോയില്ല, അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത് ജീവൻ പോയി ഇവനെ കൊന്നപ്പോൾ. ഞാൻ അവനെ കൊള്ളത് നിങ്ങൾ ഡബിൾ സ്പീഡിൽ പോയി കണ്ടിട്ട് പോയി. ഇന്നലെ നമ്മളെ ഡ്രാഗൻ അങ്ങ് തട്ടിയിട്ടുണ്ട്. നമ്മളെ ക്ലിപ്പ് ഉണ്ടാക്കാൻ കണ്ടപ്പോൾ 5-6 നമ്മൾ ചത്തു. എന്നാലെന്താ നമ്മൾ കൊന്നു. നമ്മൾ ഡ്രാഗനെ കൊന്നു. സോ അങ്ങനെ നമ്മളെ മൈൻക്രാഫ്റ്റ് അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനല്ല, ഗെയിം അനുസരിച്ച്. സോ നമുക്ക് നമ്മളെ മുട്ടയും കൂടെ കണ്ടെടുക്കാം. ഡ്രാഗനക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ പെറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു ടോർച്ച് കൊണ്ട് വരട്ടെ, ഒരു ക്ലിക്കും കൊടുക്കുക. പൊട്ടി ഇവിടെ ഒന്ന് സ്പോണായത്. സോ ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയാണ്ട് ജസ്റ്റ് ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് മാറ്റുക. ഇതിവിടെ നിന്ന് വെക്കുക, ഇവിടെ നിന്ന് പൊട്ടിക്കുക, ഡ്രാഗനെ കൈയൊക്കെ എടുക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രാഗനെ കൊന്നിട്ടുണ്ട്. ഇനി ഒഫീഷ്യലായി നമുക്ക് എടുത്തോണ്ട് ചാടി കൊടുക്കുക. അങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ വട്ടം കണ്ടുകൊണ്ട് നമുക്ക് ഇതങ്ങ് സ്കിപ്പ് അടിച്ചു വിടാം. അങ്ങനെ നമ്മളെ റീസ്പോൺ സെറ്റ് ചെയ്തെടുത്തേക്ക് വരാനാണ് സാധ്യത. നമ്മൾ സ്ട്രോങ് ഹോൾഡ് തന്നെ. സോ അത് നമുക്കൊരു ബിൽഡൊക്കെ ആക്കി എടുക്കണം. അതൊക്കെ ഫ്യൂച്ചർ ജോലികളാണ്. അപ്പം എന്നാലും നമ്മൾ അതിന് നിൽക്കണം. നമ്മൾ പൊട്ടാൻ വന്നത്. സോ ഈ പൊട്ടൻ പൊട്ടിച്ച് കഴിയെടുത്ത് ഒന്നും കൂടി എടുത്ത് അധികം ചാടി. ഇനി 2000 ബ്ലോക്ക് നടക്കാന്ന് വെച്ചാൽ അതുകൊണ്ട് ഒന്നും കൂടി എൻ്റെ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയി ഒന്നും കൂടി ആ പോർട്ടലിലേക്ക് ചാടിയാൽ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ളതാണ്. തിയറിറ്റിക്കലി അങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് നോക്കുക. പോയി എവിടക്കെത്തും അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവർക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടോ എൻ്റെ കജ്ജിലെന്താന്ന് കണ്ടോ? ഈ വേൾഡിലെ ഏറ്റവും റയറസ്റ്റ് സാധനം, പിന്നെ പൊട്ടിക്കാൻ പറ്റാത്തൊരു സാധനം കൂടിയാണിത്. ഇതിപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. സോ ഇത് നമ്മളിപ്പോൾ തൽക്കാലം നമ്മളെ പെട്ടിക്കകത്ത് വെക്കുക. ഇപ്പം നമുക്കിതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. സോ ഇപ്പം തന്നെ ഞാൻ കുറേ നേരം ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ അടുപ്പിച്ചയക്കും. 2 മണിക്കൂർ അടുപ്പിച്ചേക്കും ഏകദേശമൊക്കെ. സോ ഇതാ പെട്ടിക്കകത്തും പോട്ടെ. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചേർക്കുന്നു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.